ലൂണയായാലും പെപ്രയായാലും നോയാലും ആ കുറവ് അറിയിച്ചിട്ടില്ല. ഒരു ഗോളിന് തോറ്റിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നുള്ള രണ്ട് മാച്ചസ് ജയിച്ചിട്ടുണ്ടായിരുന്നു. നോയായാലും പെപ്രയായാലും ഒരു ഗോൾ അടിക്കുന്ന ഒരു പ്രതീക്ഷ. മോഹൻ ബഗാനോട് 3 ഗോളിന് തോറ്റു. അതേപോലെ ചെന്നൈനോട് 5 ഗോൾ. കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായ ആൽബിനോ ഗോമസ് ആണല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വരുന്ന ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് JFC ആയിട്ട് കളിക്കാറങ്ങുവാണ്. അതെ, കഴിഞ്ഞൊരു മാച്ചിൽ നമ്മുടെ ഹോമിൽ വെച്ച് നമ്മൾ മുഹമ്മദ് സസിയെ തോൽപ്പിച്ചിരുന്നു, അത് 3 ഗോളിന്. അപ്പം അതേ ആ ഒരു മാച്ച് പോലെ തന്നെ ഈ ഒരു മാച്ചും എവേ ഗെയിം ആണെങ്കിൽ പോലും നമുക്ക് ജയിക്കാനാവുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. നിലവിൽ JFC 18 പോയിന്റുകളുള്ള പോയിന്റ് ടേബിൾ 8ാം സ്ഥാനക്കാരാണ്. 8ാം സ്ഥാനത്ത്, ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്തല്ലേ. 14 പോയിന്റോടി ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്താണ്. അപ്പം 4 പോയിന്റിന്റെ ഒരു ഡിഫറൻസ്, 2 സ്ഥാനങ്ങളൊരു വ്യത്യാസമല്ലേ. പക്ഷെ JFC കഴിഞ്ഞൊരു മാച്ച് തോറ്റതാണ്. ആക്ച്വലി ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു മാച്ച് 3 ഗോളിന് ജയിച്ചു. പക്ഷെ അതിന് മുന്നേ ഉള്ള 3 മാച്ച് നമ്മൾ തോറ്റു ബ്ലാസ്റ്റേഴ്സ്. JFC കഴിഞ്ഞൊരു മാച്ച് തോറ്റതായിരുന്നു, ഈസ്റ്റ് ബംഗാളിനോട് 1 ഗോളിന് തോറ്റിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നുള്ള 2 മാച്ചസ് ജയിച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചാബിനോടും അതേപോലെ മുഹമ്മദ് നസീനോടും. അതിന് മുന്നുള്ള 2 മാച്ചസ് കുറച്ച് വലിയ തോൽവികളാണ്. മോഹൻ ബഗാനോട് 3 ഗോളിന് തോറ്റു, അതേപോലെ ചെന്നൈനോട് 5-1 എന്നുള്ള സ്കോറിന് തോറ്റിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, സ്റ്റിൽ ലീഗിലെ ഒരു കുഴപ്പമില്ലാത്ത ടീമാണ്. എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു തിരിച്ചുവരവിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ മാച്ച് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരോടാണെങ്കിൽ പോലും എന്താ പറയുക, ഹോമിൽ വെച്ചുള്ളൊരു അത്രയും വലിയൊരു വിജയം എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു വിജയം തന്നെയാണ്. അപ്പം നല്ലൊരു ഗെയിമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതായാലും നമുക്കൊരു എവേ ഗെയിം ആണെങ്കിൽ പോലും എന്തായാലും ആ ഒരു എവേ ഗെയിമിൽ ഒരു 3 പോയിന്റ് എന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്കിപ്പം എന്താ പറയുക, ഒരു പ്ലേ ഓഫ് സാധ്യതക്ക് ഇങ്ങനെ വഴി മുന്നിൽ കാണുന്നുണ്ട്. അപ്പം എങ്ങനെങ്കിലും ജയിച്ച് ആ 3 പോയിന്റ് കിട്ടിയാൽ നമുക്ക് അത്രയും ഒരു ബൂസ്റ്റ് ആവല്ലോ. കഴിഞ്ഞ മാച്ചിൽ അതേപോലെ ജീസസ് കളിച്ചിട്ടില്ലല്ലോ. അതെ, ലൂണയായാലും പെപ്രയായാലും നോയാലും ആ കുറവ് അറിയിച്ചിട്ടില്ല. നല്ല കളി കളിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജീസസിന്റെ ഒരു കുറവ്, എന്താ പറയുക, ജീസസ് ഇല്ലാത്തതുകൊണ്ട് ഗോൾ അടിക്കാൻ മറന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഗോൾ ഓൺ ഗോൾ ആണെങ്കിൽ പോലും ബാക്കി 2 ഗോൾ നല്ല ഗോൾ തന്നെയായിരുന്നു. അതിൽ ലൂണന്റെ അസിസ്റ്റും ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ എല്ലാ പ്ലേയേഴ്സും കഴിഞ്ഞ മാച്ച് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ നല്ല കളി തന്നെ കളിച്ചിട്ടുണ്ട്. ഇപ്പം ജീസസ് ആണെങ്കിൽ നമ്മളെ ടോപ്പ് സ്കോറാണ്, ടീമിന്റെ ടോപ്പ് സ്കോറാണ്. ഇപ്പം നിലവിൽ 9 ഗോൾസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ഗോൾ കൂടി അടിച്ചാൽ ഗോൾഡൻ ബൂട്ട് റേസിൽ എന്താ പറയുക 1ാം സ്ഥാനത്തേക്ക് എത്തും. അതേപോലെ മിഡ്ഫീൽഡ് ആയാലും ഡിഫൻസ് കഴിഞ്ഞ കളി തീരെ ഒരു മിസ്റ്റേക്ക് പോലും വരുത്തിയിട്ടില്ല. സച്ചിന് കഴിഞ്ഞ കളി ശരിക്കും നല്ലൊരു കോൺഫിഡൻസ് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ടാവും. കാരണം മിസ്റ്റേക്ക് ഒന്നുമില്ല, ക്ലീൻ ഷീറ്റ് ആണ്, അതും ഹോമിൽ വെച്ചൊരു ക്ലീൻ ഷീറ്റ് ആണ് അല്ലേ. JFCയുടെ ഫോർവേഡ്സ് ആണ് ഈ പ്രാവശ്യം ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായ ആൽബിനോ ഗോമസ് ആണല്ലോ. അതെ, അവരെ കീപ്പറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോമിൽ തന്നെയാണ് ഈ സീസണിൽ. ആൽബിനോ ഗോമസ് അറിയാലോ, ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കീപ്പറായിരുന്നു. നമ്മളെ ഫൈനൽ കളിച്ച സീസണിലൊക്കെ കീപ്പറായിരുന്നു. അപ്പം എന്താ പറയുക, അവരെ ഫോർവേഡ്സും ഈ പറഞ്ഞ പോലെ മോശമൊന്നുമല്ല. ജോർദാൻ മുറെ ആയാലും സിവേറി ആയാലും ജാവി ഹെർണാണ്ടസ് ആയാലും എല്ലാവരും ഈ സീസണിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മലയാളി താരം സനാനും JFCയിലാണ് കളിക്കുന്നത്. അപ്പം ഒരു മോശം ടീമല്ല, അവരും നല്ലപോലെ ഗോൾ അടിക്കുന്ന ടീം തന്നെയാണ്. ഏതായാലും ഒരു വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നീ എന്താ പ്രതീക്ഷിക്കുന്നത്? വിജയത്തിൽ കുറഞ്ഞായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. Q1-നോ നോവയും പെപ്രയും ഓരോ ഗോൾ അടിക്കുന്നതാണ് പറയുന്നത്. ജീസസ് കഴിഞ്ഞ മാച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു മാച്ചിന് പ്രതീക്ഷ വെക്കാത്തത്. ജീസസ് പ്ലേയിങ് ലെവലിലേക്ക് അല്ലെങ്കിൽ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തുമെന്ന് വിചാരിക്കും. അതേപോലെ വിപിന് ഇഞ്ചുറി ആയിരുന്നല്ലോ. അപ്പം വിപിനും ഈ ഒരു മാച്ചോട് കൂടി സ്ക്വാഡിലേക്കെങ്കിലും തിരിച്ചെത്തുമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ കോറോ സിംഗും കഴിഞ്ഞ മാച്ചിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ച. അതെ, കോറോ സിംഗ് എന്താ പറയുക, ഒരു പ്രോമിസിങ് ടാലന്റ് തന്നെയാണ്. മെല്ലെ മെല്ലെ KBFC ആരാധകരെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. എന്താ പറയുക, അധികം വയസ്സുമില്ല, യങ് ടാലന്റ് ആണ്. എന്നാൽ ടീമിന് വേണ്ടി നല്ല അധ്വാനിച്ച് കളിക്കുന്ന പ്ലെയറാണ്. നല്ല വിഷൻ ഉണ്ട്, നല്ല പാസിംഗ് ആണ്. ഏതായാലും നല്ലൊരു ഭാവിയുള്ള താരമാണ്. ബ്ലാസ്റ്റേഴ്സ് വളർത്തിയെടുക്കുന്ന തന്നെ നമുക്ക് വിചാരിക്കാം ആ ഒരു പ്ലെയറെ. ഡിഫൻസിനോടാണ് പറയാനുള്ളത്. കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ ഡിഫൻസിൽ ഒരു ഫാൾട്ടും ഇല്ലാതെ കളിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും. അതെ, കഴിഞ്ഞ മാച്ച് ഒരു മിസ്റ്റേക്ക് പോലും ഡിഫൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം ഫോർവേഡ്സ് എല്ലാ കളിയും നമ്മളെ ഫോർവേഡ്സ് ഗോൾ അടിക്കും. ഡിഫൻസ് ഒന്ന് ഒരു സോളിഡ് ആയിട്ട് നിന്നാൽ തന്നെ നമുക്ക് എന്താ പറയാ നല്ല മാറ്റം വരും ഉറപ്പാണ്. കാരണം ഇൻഡിവിജ്വൽ എറേഴ്സ് കാരണം നമുക്ക് ഒരുപാട് പോയിന്റ് ഈ ഒരു സീസണിൽ നഷ്ടമായിട്ടുണ്ട് അല്ലേ, കുറെ പോയിന്റ്സ് നഷ്ടമായിട്ടുണ്ട്. അപ്പം അടുത്തൊരു മാച്ചിൽ ഒരു എറേഴ്സും ഡിഫൻഡേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജയിക്കും. കാരണം ടീം പ്ലേ ഓഫ് കയറുന്നതാണോ?
ടീം പ്ലേ ഓഫ് കയറാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പം ഈ ഒരു 2 എവേ ഗെയിം നമുക്ക് ജയിച്ച് വരാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഇപ്പം JFC ആയിട്ടും പഞ്ചാബ് ആയിട്ടും ജയിച്ചാൽ 6 പോയിന്റ് ആയി. അപ്പൊ 6 പോയിന്റ് ആയാൽ തന്നെ നമുക്കിപ്പം 20 പോയിന്റ് ആകും പോയിന്റ് ടേബിൾ. അപ്പം അപ്പം ഈ ഒരു 2 മാച്ച് ജയിച്ചാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസിൽ ടീമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും പോയിന്റ് ടേബിളിൽ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്ലേ ഓഫ് കയറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ 2 എവേ ഗെയിം ശരിക്കും ക്രൂഷ്യലാണ്. ഇതിന് എത്ര പോയിന്റ് കിട്ടും എന്നുള്ള പോലെ ഇരിക്കും നമ്മുടെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകളൊക്കെ. പിന്നെ പ്ലേ ഓഫ് കയറി കഴിഞ്ഞാൽ ഇപ്പം ISL ആയതുകൊണ്ട് ഏത് ടീമിനെ എപ്പം വേണമെങ്കിലും തോൽപ്പിക്കാം. അപ്പം പ്ലേ ഓഫ് കയറി കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റൂല എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന റിസൾട്ട് എന്നുള്ളത്. ഏതായാലും അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. അതെ, ISL എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ഏത് ടീം എപ്പം ആരെ തോൽപ്പിക്കുന്നു പറയാൻ പറ്റൂല. അപ്പം ഏതായാലും നോക്കാം. ഈ 2 എവേ ഗെയിം ജയിച്ചാൽ ശരിക്കും നല്ല പ്രതീക്ഷയാവും. എന്താ പറയുക, ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും കുറച്ച് വിഷമഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം ടീമിന്റെ പെർഫോമൻസ് അത്ര കൺസിസ്റ്റന്റ് അല്ല. മഞ്ഞപ്പട ഓൾറെഡി പ്രൊട്ടസ്റ്റിലാണ് മാനേജ്മെന്റിനെതിരെയുള്ള നയങ്ങളിൽ. കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ്. അപ്പം ജയിക്കുന്നതാണ് പ്രതീക്ഷ. ജയിച്ച് വരട്ടെ. 6 പോയിന്റ് 2 എവേ ഗെയിമിനും കൂടി കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേപോലെ വിപിൻ ഇഞ്ചേർഡ് ആയിട്ട് പോയാണല്ലോ. അടുത്ത മാച്ചില് സ്ക്വാഡിൽ ഉണ്ടാവോ? സ്ക്വാഡിൽ ഉണ്ടാവുന്നാണ് തോന്നുന്നത്. കാരണം ഏകദേശം റിക്കവർ ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഏതായാലും വിപിനും കൂടി ഒന്ന് സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മിഡ്ഫീൽഡ് ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും. നമ്മളെ മിഡ്ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ വിപിൻ ഒരു പ്ലേ മേക്കർ അല്ലെങ്കിൽ കളി മെനയുന്നതിൽ മുന്നിലായിരുന്നു. അപ്പം വിപിൻ്റെ ഒരു അഭാവം ചെറുതായിട്ട് ടീമിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വിപിൻ തിരിച്ചു വന്നാൽ വളരെ നല്ലതായിരുന്നു. ഇനി അങ്ങോട്ടുള്ള മാച്ചസ് എല്ലാം ക്രൂഷ്യലാണ്. അപ്പം മാക്സിമം എല്ലാ പ്ലേയേഴ്സും നമുക്ക് വേണം. അതേപോലെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിഹാലിനെ ലോണിൽ വിട്ടയച്ച നിഹാലിനെ തിരിച്ച് ടീമിലേക്ക് തന്നെ കൊണ്ടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ടീം ഒന്ന് സ്ട്രോങ് ആയാൽ മതിയായിരുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ മാച്ചസും ക്രൂഷ്യലാണ്. ടീം എങ്ങനെയെങ്കിലും പ്ലേ ഓഫ് കയറാനുള്ളൊരു എന്താ പറയുക, ഒരു പരിശ്രമം നടത്തുന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നമുക്ക് JFC അവേ എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. വിജയിക്കും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മാച്ച് കഴിഞ്ഞിട്ട് ഇപ്പം പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-1 ആണ് പ്രഡിക്റ്റ് ചെയ്തത്. സോ ഗൈസ്, അപ്പം സ്റ്റോപ്പ് ചെയ്യാമല്ലേ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.